യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ ഒരു ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാനും പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാകാനും ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നതും ദൈവം ഇടപെടുന്നതൊക്കെ അറിയാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യവും ദൈവാനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും വലിയ വിലപ്പെട്ടവയാണ്. ദൈവം നിങ്ങളെ നിയോഗിച്ചതാണ് ഈ വചനമൊക്കെ കേൾക്കാൻ. കാരണം ലോകത്തിൻ്റെ അറ്റത്തോളം വചനത്തെ എത്തിക്കാൻ, ആ വചനത്തിന് ശക്തിയുണ്ടെന്ന് തെളിയിക്കാൻ ഈ ലോകത്ത് ദൈവം നിയോഗിച്ചവരാണ് എന്നെ കാണുന്ന ഓരോ വ്യക്തികളും. നിങ്ങളിലൂടെയാണ് പല ആളുകളും, വചനം അറിയാത്ത ആളുകൾ വചനം അറിയാൻ തുടങ്ങിയത്, കേൾക്കാൻ തുടങ്ങിയത്, മനസ്സിലാക്കാൻ തുടങ്ങിയത്. പ്രസംഗിക്കുന്നത് ഞാനാണേലും അത് അനേകരിലേക്ക് എത്തിക്കാൻ ദൈവം നിങ്ങളെയാണ്, നിങ്ങളുടെ ജീവിതത്തെയാണ് നിയോഗിച്ചത്. നന്ദിയോടെ ദൈവം നിയോഗിച്ച ഡെയിലി ബ്ലെസ്സിങ്ങിലെ ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ, മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, ഭവനങ്ങൾ, സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണമേ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള കൃപ തരണമേ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള അനുഗ്രഹം തരണമേ. തിന്മയെ നന്മ കൊണ്ട് എന്ന് പറയുന്ന വചനം വളരെ വളരെ അനുഗ്രഹമാണ്. വിധിയെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് പറ്റും. മരണത്തിൽ നിന്ന് പോലും ഒരാളെ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റും. ഞാനൊരു വാക്യം വായിച്ച്, ഇത് ഭയങ്കരമായി സ്വാധീനിക്കേണ്ട ഒരു വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. അക്കാലത്ത് ഹെറോദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ചുമ്മാ രണ്ടടിയും രണ്ട് വഴക്കും ഒരു ഞുള്ളിപ്പറിയൊന്നുമല്ല പീഡിപ്പിക്കലെന്ന് പറഞ്ഞാൽ. അവൻ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, വാളിനിരയാക്കി. ഒരാളെ കൊന്നുകളഞ്ഞപ്പോൾ അത് ആ തീരുമാനത്തെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടായി. യഹൂദരെ അത് സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗൃഹത്തിൽ അടച്ചു. പത്രോസ്ലീഹായെ ജയിലിൽ അടച്ചു. വിധിയാണ്, കൊല്ലാൻ തീരുമാനിച്ചു. മരണം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ 12-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വായിച്ചു പോകുമ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. പത്രോസിനു വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്ന്. 12-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഹെറോദോസ് രാജാവ് തീരുമാനിച്ചതാ പത്രോസിനെ കൊല്ലാൻ. അതായിരുന്നു വിധി. മരണം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ നടന്നത് അത്ഭുതമാണ്. താഴെ എഴുതിയിരിക്കുന്ന ഹെഡിങ് കാരാഗൃഹത്തിലെ അത്ഭുതം എന്നാ. ഞാനിത് നിങ്ങളോട് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുമോ? പ്രാർത്ഥിച്ചാൽ നിന്റെ വിധി വരെ മാറും. വിധിയെ മാറ്റാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടോ, നിന്റെ വിധി മാറും. എൻ്റെ വിധി അങ്ങനൊന്നും ആരും പറയേണ്ടി വരില്ല. വിധിയെ മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് പറ്റും. സംഭവിക്കേണ്ടതായിരുന്നു ഒരു മരണം, ഒരനർത്ഥം, ഒരു ദുർമരണം ഇല്ലേ, സംഭവിക്കേണ്ടതായിരുന്നു. യാക്കോബിന് സംഭവിച്ചതുപോലെ തന്നെ ഈ സമയത്ത് ഈ സ്ഥലത്ത്
ഒരപകടം സംഭവിക്കേണ്ടതായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. സംഭവിച്ചത് അത്ഭുതമാണ്. സംഭവിക്കേണ്ട അനർത്ഥങ്ങളുടെ സ്ഥാനത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ. ഇപ്പോൾ കേവലം വചനം കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സകല ബന്ധനങ്ങളും മാറും, വിധി മാറും. നിന്റെ മേൽ കിടക്കുന്ന ആ വിധി സംഭവിക്കേണ്ടതായിരുന്നു. ജപ്തി വരേണ്ടതായിരുന്നു, മരണം വരേണ്ടതായിരുന്നു, രോഗം മാരകമാകേണ്ടതായിരുന്നു, പ്രശ്നം ഗുരുതരമാകേണ്ടതായിരുന്നു, അതങ്ങനെ ചെന്ന് അവസാനിക്കേണ്ടതായിരുന്നു. എന്തൊരു നാണക്കേട് ആകേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. ചിന്തിക്കാനും മനസ്സിനെ വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആ സംഭവിക്കേണ്ട സ്ഥാനത്ത് നടന്നതൊരു വലിയ അത്ഭുതമാണ്. നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മൾ നിന്റെ വിധി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞവരില്ലേ. നിന്റെ കാര്യം ഇങ്ങനെ അവസാനിക്കുള്ളൂ, നിന്റെ കുടുംബത്തിലുള്ളവരുടെ കാര്യമല്ല ഇങ്ങനെയല്ലേ നടന്നത്, ഇങ്ങനെയൊക്കെ, അതൊക്കെ പാരമ്പര്യമാണ്, ഇതൊക്കെ ഇങ്ങനെ വരും. വിധിയെ മാറ്റാൻ ചിലർ പറയില്ല, ഇത് പാരമ്പര്യമായ രോഗമാവുകൊണ്ട് നിനക്കും വരും, പാരമ്പര്യമായി ഇങ്ങനെയാണ്, അതുകൊണ്ട് നിനക്കും വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് വിധിയെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് പറ്റും. നീ നിൻ്റെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ മേൽ കിടക്കുന്ന മരണവിധിയെ വരെ മാറ്റാൻ, ആ സ്ഥാനത്ത് വലിയ അത്ഭുതം നടക്കാൻ ഇടവരുമെന്ന്. സംഭവിക്കേണ്ടത് മരണവും മോശവാർത്തയാണ് കേൾക്കണ്ടേ, മരിച്ചു എന്നും അടക്കി നോക്കിയാൽ കേൾക്കണ്ടേ. പക്ഷെ ആ സ്ഥാനത്ത് കേട്ടത് തടവറയിൽ വലിയ അത്ഭുതം നടന്നു എന്നാ, അനർത്ഥം നടന്നുവെന്ന്, പരാജയം നടന്നുവെന്ന് കേൾക്കേണ്ട സ്ഥാനത്ത് ദൈവം ഇടപെട്ടു എന്ന് കേൾക്കാൻ, ദൈവം അത്ഭുതം ചെയ്തു എന്ന് കേൾക്കാൻ ഇടവരും. ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ, നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കുടുംബത്തെ മുഴുവനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അനർത്ഥം വരേണ്ട സ്ഥാനത്ത്, സങ്കടം വരേണ്ട സ്ഥാനത്ത്, ദുർമരണം വരേണ്ട സ്ഥാനത്ത്, അപകടം വരേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നടന്നത് കേൾക്കാനിടയാകട്ടെ. ഈ കുടുംബത്തിനകത്തത് സംഭവിക്കട്ടെ, ഈ വ്യക്തിയിൽ അത് സംഭവിക്കട്ടെ, ഈ തലമുറയിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒന്നും കൂടെ പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഈ ജനത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാക്കുന്നതിന് നന്ദി. കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട്. ഇന്നുവരെ ഈ ആലയത്തിൽ കിട്ടിയ ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു. ഇന്നുവരെ നിയോഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തവരെ വീണ്ടും അനുസ്മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആലയത്തിലെ ഓരോ എഴുതിയിട്ട പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ആലയത്തിൽ ദൂരെ നിന്നും സമീപത്തു നിന്നും വന്ന് പ്രാർത്ഥിച്ച ആരുടെയൊക്കെ കാൽപാദം ഈ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ടോ, ആരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇവിടെ നിന്ന് ഉയർന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ വചനം ഓൺലൈനിലൂടെ കേട്ടിട്ടുണ്ടോ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കണമേ, തലമുറകളെ സൂക്ഷിക്കണമേ, ആരോഗ്യത്തെ സൂക്ഷിക്കണമേ. കർത്താവെ, സാമ്പത്തികമായി ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. നല്ല ഭവനങ്ങൾ നൽകണമേ, നല്ല വാഹനങ്ങളെ നൽകണമേ, നല്ല ജോലി നൽകണമേ, നല്ല ബന്ധങ്ങളെ നൽകണമേ, നല്ല കുടുംബജീവിതം തരണമേ. സന്തോഷമുള്ള നല്ല 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 അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് തരണം. എണ്ണി സ്തുതിക്കാൻ പാകത്തിന് അനുഗ്രഹങ്ങളെ തരണം.
നൽകണമേ. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ, ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ വചനം ഒത്തിരി പ്രയോജനപ്പെടും. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറക്കാൻ കാരണമാകും. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സാധ്യമായ എല്ലാവർക്കും ധൈര്യമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. നാളെയും 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ, ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കും. ഒരനർത്ഥവും വരത്തില്ല. നല്ലത് വരും, അനുഗ്രഹങ്ങൾ വരും. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ആമേൻ.